ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ സോയാബീനും നമ്മൾ മസാലക്കറി പോലെ ഉണ്ടാക്കുമല്ലോ, അത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കാണിച്ചു തരാവേ. ഒരു ഉള്ളി, ഒരു കിഴങ്ങ് കേട്ടോ, പിന്നെ ഉള്ളത് സോയാബീനാണ്. ഒരു കൂടി സോയാബീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൽ പകുതി ഇട്ടാണ് എടുക്കുന്നുള്ളൂ. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഗ്യാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കണം. ആ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ സോയാബീൻ നന്നായി പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാനത് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് സോയാബീൻ. പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇതൊന്ന് നന്നായിട്ട് കഴുകി വാരി എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഒരു കൊഴുപ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചമർപ്പ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. കിഴങ്ങ് കൂടുതലിട്ടാൽ, കിഴങ്ങും ഉള്ളിയൊക്കെ കൂടുതലിട്ടാൽ ഒരു സുഖമല്ല. ഞാൻ 2 ഇത് എടുത്തിട്ടുള്ളൂ കേട്ടോ. കിഴങ്ങ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കിഴങ്ങ് എടുക്കാം കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ഓരോ സംഭവങ്ങളെ എടുക്കാറുള്ളൂ കേട്ടോ. സോയാബീൻ അതിൽ കൂടുതലിടും. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു വലിയ ഉള്ളിയും പിന്നെ ഒരു കിഴങ്ങ്, 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇഞ്ചി, പിന്നെ 2 വെളുത്തുള്ളിയുടെ ഇല്ലിയായിട്ടാണ് എടുത്തിട്ടുള്ളത്, അല്ലിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നമ്മൾ അരിഞ്ഞ് കൊടുക്കാം കേട്ടോ. കഴുകണം കേട്ടോ, കഴുകിയിട്ട് വേണം അരിയാനേ. അത് വേവിക്കാം കേട്ടോ, വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് പാചകം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂടുവെള്ളത്തിലിട്ട സോയാബീനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടാവട്ടെ. കുക്കറിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ എടുത്തിട്ടുള്ളത്. ഓയിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഓയിൽ ആദ്യം പാർന്ന് കൊടുത്തിട്ട് പിന്നെ വാങ്ങാനാവുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. ആദ്യം വലിയ ഉള്ളി കേട്ടോ, വലിയ ഉള്ളി ഇടണം. വലിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി ഒക്കെ ഇടാം കേട്ടോ. അത് നന്നായിട്ട് ഇതിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ചിക്കൻ മസാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാം. പക്ഷേ ഞാൻ ചിക്കൻ മസാല ഒന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായിട്ട് ഒരു ഗ്രേ കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി കിഴങ്ങ് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നമ്മൾ ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ചുമന്ന കളർ വന്നതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. ഞാൻ വെള്ളം പാർന്നതിന് ശേഷമാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ പാകത്തിന് ഉപ്പ് കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാതെ. അതിനുശേഷം നമ്മൾ കഴുകി വാരി വെച്ച സോയാബീൻ ഉണ്ടല്ലോ, ആ സോയാബീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സോയാബീനിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം കൂടി പാർന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാവേ. വേപ്പിലൊക്കെ കുറവാണ് കേട്ടോ. വീട്ടിലുണ്ടായിരുന്നു, അതൊക്കെ അമ്മ
ഉയരം നല്ല കൂടിയതിന് ശേഷം അമ്മ അത് വെട്ടിക്കൊടുത്തതിന് ശേഷം കറിവേപ്പിൻ്റെ ഇലയൊക്കെ അത് ഉണ്ടായിട്ടില്ല. പിന്നെ ആ മരം ഉണങ്ങിപ്പോയതാണ്. അപ്പോൾ വേപ്പിലൊക്കെ നല്ല പഞ്ഞാണ്. നമുക്ക് ഇനി കുക്കർ അടച്ചു കൊടുക്കാം കേട്ടോ. ഒരു വിസിൽ അടിച്ചിട്ട് അത് വാങ്ങി വയ്ക്കാവേ. അപ്പോൾ നമ്മുടെ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. വിസിൽ വന്നിട്ടുണ്ട്. ഒറ്റ വിസിലേ അടുപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചത് കൊണ്ട് കൂടുതൽ നേരം വിസിലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേണ്ടോ, ജസ്റ്റ് ഒരു മസാല കറി പോലെ തന്നെ ആയിട്ടില്ലേ. ചിക്കൻ മസാല ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി വറ്റി കൊടുക്കണമെങ്കിൽ ഒന്നും കൂടി ഗ്യാസ് കത്തിച്ചും കണ്ടൊന്ന് റെഡിയാക്കിയാൽ മതി. ഉണ്ടോ, ഇത്ര കുറച്ച് ഗ്രേവിയിൽ വേണം കേട്ടോ. നമ്മൾ ചോറ് കഴിക്കുമ്പോഴേ ആ ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സോയാബീനും കിഴങ്ങും മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാങ്ങാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.